ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് ആദ്യം കടക്കുകയാണ്. മദ്യനികുതിയും കരിമണലും PM ശ്രീയും കോൺഗ്രസിലും മുന്നണിയിലും ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രി. VD സതീശന് കവചം തീർത്ത മുസ്ലിം ലീഗിനും ഒടുവിൽ കൈപൊള്ളി. സതീശനെ തിരുത്തേണ്ട അവസ്ഥയിലെത്തി VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി VD സതീശൻ ഒറ്റപ്പെടുകയാണ്. നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. സ്വകാര്യ കുത്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അധികാരമേറ്റ് ഒരു മാസം പിന്നിടുന്ന VD സതീശൻ സർക്കാർ അഴിമതി ആരോപണ കുരുക്കിൽ, അതും തൊട്ടാൽ പൊള്ളുന്ന മദ്യനയ വിഷയത്തിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ബക്കാഡിയെ സഹായിക്കാൻ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഭരണമുന്നണി ആടി ഉലയുന്നത് ഇതുകൊണ്ടല്ല. ഇത് ആരുടെ നയം? എവിടെ ചർച്ച ചെയ്ത നയം? ചോദിക്കുന്നത് VM സുധീരൻ. ഇങ്ങനൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വളരെ ഭാവനാസമ്പന്നമായ നല്ല കർമ്മ പദ്ധതികളുണ്ട്. പക്ഷേ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൻ്റെ സർവ്വതലത്തിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ജനവികാരം തീർച്ചയായും ഉൾക്കൊള്ളും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആശയക്കുഴപ്പം മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ലീഗും. പാർട്ടിയിലും മുന്നണിയിലും മിണ്ടാട്ടം മുട്ടി മുഖ്യമന്ത്രി. PM ശ്രീയിലും കരിമണലിലും പറഞ്ഞത് വിഴുങ്ങിയത് മറ്റാരുമല്ല, VD സതീശൻ തന്നെയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് VDയുടെ യാത്ര എളുപ്പമാക്കിയ VM സുധീരനും മുസ്ലിം ലീഗും ഒരുപക്ഷെ ഇത്രയും കരുതിയിട്ടുണ്ടാവില്ല. കോൺഗ്രസിലെ VD വിരുദ്ധരും ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ബിഗ് TV. നമുക്ക് ജോഷി കുര്യയിൽ തന്നെ തുടങ്ങാം. ജോഷി, ഗുഡ് ഈവനിങ്. VD സതീശൻ വലിയ ആവേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ആവേശത്തിനപ്പുറം ഒരു അഴിയാക്കുരുക്കിലാണോ? സുജയ, ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ ഒരു ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് VD സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസിൽ മാത്രമല്ല UDFിലെ ഘടകകക്ഷികളുമായി ഒക്കെ തന്നെ ആ ഒരു ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ചത് ലീഗായിരുന്നു. ആ ലീഗ് പോലും PM ശ്രീ വിഷയത്തിലടക്കം, ഈ മദ്യ വിഷയത്തിലടക്കം, കരിമണൽ വിഷയത്തിലടക്കം, ഈ പല വിഷയങ്ങൾ, ബജറ്റിൽ പറഞ്ഞ പല വിഷയങ്ങളിലും ഈ പറയുന്ന VD സതീശനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ചന്ദ്രിക ദിനപത്രം മുഖപത്രം എഴുതുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പരസ്യ പ്രതികരണവുമായി എത്തുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ VM സുധീരൻ അടക്കമുള്ളവർ ഇത് പറ്റില്ല, ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല, ഞങ്ങളുടെ കോൺഗ്രസ് ഇങ്ങനെയല്ല എന്ന് പരസ്യമായി പറയുന്നതിന്റെ കാരണം VD സതീശനെ അങ്ങനെ കെട്ടയച്ചു വിടാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത് കോൺഗ്രസിനുള്ളിലെ നിലപാടാണ്. കാരണം KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതൃനിരയ്ക്ക് VD സതീശനെ അങ്ങനെ കെട്ട അഴിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ തുടക്കത്തിലെ തന്നെ VD സതീശന് മണി കെട്ടേണ്ടതുണ്ട് എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും പല വിഷയങ്ങളിലടക്കം VD സതീശൻ മന്ത്രിസഭയെയോ അല്ലെങ്കിൽ മുന്നണിയുമായിട്ടോ കാര്യമായ ചർച്ചകൾ നടത്താതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സുജയ, S വിജയകുമാർ, പിന്തുണച്ചവരെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവായി VD സതീശൻ എന്ന മുഖ്യമന്ത്രി മാറുകയാണോ? അതിന് സുജയ, നാളെ ഒരു പക്ഷേ VD സതീശൻ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിൽ ഒരു വിശദീകരണം നൽകിയേക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VD സതീശന്റെ ഭാഗത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞ സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്. അതിൽ നികുതി നിർണ്ണയിക്കുക എന്നത് മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നയം പുതുതായി കൊണ്ടുവന്നു എന്ന ഈ സർക്കാരിന് മേലൊരു പരാതി, ഈ മുഖ്യമന്ത്രിക്ക് മേലൊരു പരാതി ഉന്നയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാർ ഒരു നയം കൊണ്ടുവന്നു, ആ നയത്തിന്മേൽ ഒരു ചട്ടം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ഒരു നികുതി ഏർപ്പെടുത്തിയില്ല.
ആ നികുതി ഏർപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. അത് താരതമ്യേന നിഷ്കളങ്കമായ ഒരു ജോലി എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോഴും ഈ ബെക്കാഡിയുടെ അപേക്ഷ വരുന്നു, പുതിയ സർക്കാർ വന്നതിന് ശേഷം ആ ഫയൽ നീങ്ങുന്നു, ആ ഫയൽ അസ്വാഭാവിക വേഗത കൈവരിക്കുന്നു, 2 ദിവസങ്ങൾക്കുള്ളിൽ അതിൽ തീരുമാനമെടുക്കുന്നു. അത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ ബാക്കിയുണ്ട്. ഇതിൽ മാത്രമല്ലല്ലോ, PMശ്രീയുടെ കാര്യത്തിലും കരിമണലിന്റെ കാര്യത്തിലും VM സുധീരനും ലീഗും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നാളത്തെ ക്യാബിനറ്റിന് ശേഷമുള്ള ബ്രീഫിംഗിൽ ആ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും, എന്ത് മറുപടി പറയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. UDF സർക്കാർ അധികാരമേറ്റ 1 മാസത്തിനകം തന്നെ ഇത്രയധികം എതിർസ്വരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയധികം ജനകീയ പ്രതിച്ഛായയോടെ വരികയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ. പാർട്ടിക്കുള്ളിൽ നിന്നല്ല, പുറത്തുനിന്നാണ്, പ്രത്യേകിച്ചും ലീഗിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്തുണ VD സതീശന് കിട്ടിയത്. അതേ ലീഗ് തന്നെ VD സതീശൻ എടുക്കുന്ന ഇപ്പോഴത്തെ നയങ്ങൾ, നിലപാടുകൾ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് ഒരു വലിയ കുടുക്കായി തന്നെ സതീശന് മാറും. കോൺഗ്രസിനേക്കാൾ ലീഗിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് സതീശനെ വലിയ ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ട്. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ മദ്യനയത്തിലെ മാറ്റം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, അതിനെതിരെ ഘടകകക്ഷികളും നേതാക്കളും ഒക്കെ തന്നെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടുകളിലെ അതൃപ്തി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VM സുധീരൻ, VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഹൈക്കമാൻഡിന്റെ അടുത്ത് ഏറ്റവും ഒടുവിൽ ആ പവർ പാക്ക് എടുത്ത് പ്രയോഗിച്ച VM സുധീരൻ ഇപ്പോൾ ഡെക്കാൻ ഹെറാൾഡിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ എതിർത്തിരിക്കുന്നത് എന്നത് VD സതീശൻ ഒരു വലിയ ബുദ്ധിമുട്ടായി തന്നെ മാറുകയാണ്. ഞാൻ കരുതുന്നത് മുന്നണിയിൽ ഒറ്റപ്പെടുമ്പോൾ VD സതീശൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ വീര്യം കുറയുമെന്നാണ് വിജയകുമാർ. യെസ്, അപ്പോ സുജയ, നമ്മൾ ആ ചോദിക്കാത്ത ചോദ്യം ഏതാണ്? ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, VD സതീശനെ ഈ കുരുക്കിൽ നിന്ന് കരകയറ്റാൻ ആർക്ക് കഴിയും? അപ്പോ തന്നെയുമല്ല, നമുക്ക് ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? ഈ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമാണ് ഈ പ്രഖ്യാപനമെങ്കിൽ അതറിയാതെയാണോ ഇത് സർക്കാർ ഒരു നയമായി വരുന്നത്, ബജറ്റിൽ വരുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം ഈ ഘട്ടത്തിൽ ചോദിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ ചോദ്യം പ്രസക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബെക്കാഡിയെ സഹായിക്കാനെന്നുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയട്ടെ, മുന്നണിയിലും പാർട്ടിയിലും. ഇനി നമുക്ക് പോകേണ്ടത്, ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തൽ ഉണ്ടാകുമ്പോൾ, അതൊരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്നാകുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യമേറും. ഞാൻ പറഞ്ഞു വന്നത് KK ശൈലജയെ കുറിച്ചാണ്. നേതാക്കളുടെ ശൈലി തിരുത്താതെ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് CPIM-ന് അകത്തുനിന്ന് തന്നെ കടുത്ത മുന്നറിയിപ്പ് ഉയരുകയാണ്. നേരത്തെ പലരും പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ തുറന്നടിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയാണ്. തോൽവി നിസ്സാരമല്ലെന്ന് തുറന്ന് സമ്മതിക്കുന്ന ശൈലജ അടിമുടി മാറിയില്ലെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. തിരഞ്ഞെടുപ്പിലേറ്റ തുടർച്ചയായ തിരിച്ചടികൾ, കോട്ടകളെന്ന് വിശ്വസിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം വൻ വോട്ടു ചോർച്ച. ഒടുവിൽ പാർട്ടിയിലെ ഏറ്റവും ജനപ്രിയ മുഖങ്ങളിലൊരാളായ KK ശൈലജ തന്നെ ചിന്താവാരികയിലൂടെ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു. കേവലം രാഷ്ട്രീയ സാഹചര്യങ്ങളെയോ മാധ്യമങ്ങളെയോ കുറ്റം പറഞ്ഞ് ഇനി ഒളിച്ചോടാനാകില്ലെന്ന് ശൈലജയുടെ വാക്കുകൾ അടിവരയിടുന്നു. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളിലെ സംഘടനാ ദൗർബല്യത്തിനപ്പുറം ജനങ്ങളിൽ നിന്ന് പാർട്ടി എത്രത്തോളം അകന്നുപോയി എന്നതിന്റെ കൃത്യമായ വിലയിരുത്തലാണത്. പ്രവർത്തകരുടെയും നേതാക്കളുടെയും പെരുമാറ്റവും ഭാഷാശൈലിയും ജീവിത രീതിയും പരിശോധിക്കണമെന്ന് KK ശൈലജ തുറന്നടിക്കുന്നു. അധികാരം കാണിക്കുന്ന, അഹങ്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്ന നേതാക്കൾക്കെതിരെയുള്ള കൃത്യമായ അമ്പാണ് ശൈലജയുടേത്. പറയുന്നത് CPM-ന്റെ അണികളുടെയും അനുഭാവികളുടെയും മനസ്സിലുള്ളതു തന്നെ. നേതൃത്വത്തിന്റെ ശൈലി മാറണം. അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷ ഉപേക്ഷിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പതിവ് പോലെ നടപടി പല്ലവിയിൽ ഒതുങ്ങിയാൽ പാർട്ടിയെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ തിരിച്ചടികളാകും. പൊളിറ്റിക്കൽ ഡെസ്ക്, ബിഗ് TV. വിജയകുമാർ, തിരുത്താൻ തയ്യാറാണ് എന്നൊക്കെ MV ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടിയും ഒക്കെ പറഞ്ഞ ശേഷം, അതിനായി ഒരു രേഖ തയ്യാറായ ശേഷം ശൈലജ ടീച്ചർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് നേതൃമാറ്റം ഉദ്ദേശിച്ച് തന്നെയല്ലേ? ഉറപ്പായും അതാണ് സുജയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശൈലി മാറ്റണമെന്ന് പറയുന്നത് ആരോടാണ്? ശൈലി മാറ്റണമെന്ന് പറയുന്നത് പാർട്ടിയെയും പാർട്ടിക്കാരെയും നമുക്ക് രണ്ടായി കാണാൻ കഴിയില്ലല്ലോ. പാർട്ടിയും പാർട്ടിക്കാരും ഒന്നാണല്ലോ. അപ്പോൾ ശൈലി മാറ്റണമെന്ന് പറയുന്നത് നേതൃത്വത്തോടാണ്. അതിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടുന്ന ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ ശൈലി മാറ്റത്തെ പറ്റിയാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അപ്പോൾ ആ നേതൃമാറ്റം എന്നതിന്റെ തുടക്കം, ആ ആവശ്യം ഉയർന്നു വരുന്നതിന്റെ തുടക്കമായി വേണമെങ്കിൽ നമുക്ക് ഈ ശൈലി മാറ്റത്തെ പറ്റി പറയാം. ടീച്ചറിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോഴും അത് സൂചന കിട്ടിയപ്പോഴും തിരുത്താൻ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. ആരാണ് തിരുത്താൻ തയ്യാറാകാതിരുന്നത്? അവിടെയും നേതൃത്വമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടുന്ന, MV ഗോവിന്ദൻ ഉൾപ്പെടുന്ന ആ CPM-ന്റെ ലീഡർഷിപ്പ് ആ തെറ്റുകൾ തിരുത്തുന്നില്ല എന്നാണ് ശൈലജ ടീച്ചറുടെ ലേഖനം. അപ്പോൾ നേതൃത്വം മാറ്റണം, നിലപാട് മാറ്റണം, തെറ്റു തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല. രണ്ടും
പ്രതിക്കൂട്ടിലാക്കുന്നത് നേതൃത്വത്തെ തന്നെയാണ്. പ്രത്യേകിച്ച് കെ ശൈലജയെ പോലൊരു നേതാവ് അത് പറയുമ്പോൾ അതിന് ദൂരവ്യാപകമായ അർത്ഥവും മാനവുമുണ്ട്. ആ ദൂരവ്യാപകമായ അർത്ഥം ജോഷി, കണ്ണൂർ ലോബി കുറെ കാലമായിട്ട് ശൈലജ ടീച്ചറെ ഒതുക്കുകയാണെന്നത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇനി പറയാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതാണ് അവസരം എന്ന് കരുതി തുറന്നടിച്ചതാണോ ചിന്തയിലൂടെ? അതിനെന്താ സംശയം സുജിയ? അതുതന്നെയാണ് കാരണം. കെ ശൈലജയ്ക്ക് അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിൽ കൊണ്ടുവന്ന് തോൽപ്പിച്ചതിൻ്റെ വേദന കെ ശൈലജയ്ക്കുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഈ പറയുന്ന ശൈലജയെ ഒതുക്കാൻ പിണറായി വിജയൻ അടക്കം കണ്ണൂർ ലോബി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം അവിടെയുണ്ട്. മാത്രവുമല്ല, ഈ കെ ശൈലജയുടെ ജനപ്രീതിയിൽ പിണറായി വിജയൻ അടക്കമുള്ള CPM-ലെ മുതിർന്ന നേതാക്കൾ വിളറി പൂണ്ട് നിൽക്കുകയാണ് എന്ന് കെ ശൈലജയ്ക്ക് അറിയാം. പറയാൻ പറ്റിയൊരു അവസരമാണ് ഇത്. നേതൃത്വത്തിനെതിരെ ശക്തമായ താക്കീതിന്റെ സ്വരത്തിൽ പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. അത് വളരെ കൃത്യമായി തന്നെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഈ മാറ്റം എന്ന് പറയുന്നത്, ശൈലി മാറ്റം എന്ന് പറയുന്നത് താഴെത്തട്ടിലെ ജനങ്ങൾക്കല്ല, അത് മാറേണ്ടത് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. നേരത്തെ ജില്ലാ കമ്മിറ്റികൾ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നതാണ്, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതൊക്കെ വെട്ടിമാറ്റിയാണ് നേരത്തെ സംസ്ഥാന സെക്രട്ടറിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തു വന്നത്. ആ നിലയ്ക്ക് കെ ശൈലജ പറഞ്ഞു വെക്കുന്നത്, തിരുത്താമെങ്കിൽ തിരുത്തിക്കോളൂ, തിരുത്തിയാൽ മാത്രം നമുക്കൊരു തിരിച്ചുവരവുള്ളൂ എന്നാണ് കെ ശൈലജ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ തിരുത്തണമെന്ന് പാർട്ടി ഘടകങ്ങൾ, ജില്ലാ ഘടകങ്ങൾ പറഞ്ഞത് ആരുടെ പെരുമാറ്റമാണ്? MV ഗോവിന്ദൻ മാസ്റ്ററുടെയും പിണറായി വിജയന്റെയുമാണ്. ആ പെരുമാറ്റം, അതുപോലെ തന്നെ ശൈലി, പറച്ചിൽ, അതെല്ലാം മാറ്റണം എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ വളരെ ചിന്തിച്ച് തന്നെ എഴുതിയ ഒരു കുറിപ്പായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് ഇടത് കോട്ടകളിൽ തന്നെ വലിയ തകർച്ച ഉണ്ടായത്. അതുകൊണ്ട് അവരിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മാറിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ താഴെത്തട്ടിൽ മാത്രം മാറ്റം വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. പാർട്ടി തിരിച്ചു വരണം എന്ന പോസിറ്റീവായ ചിന്തയോട് കൂടിയാണ് ചിന്തയിൽ ഇക്കാര്യം എഴുതിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു അനിവാര്യമാണ്. തിരിച്ചു വരാൻ, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്, എന്നെ നേതൃത്വം ഏൽപ്പിക്കൂ എന്ന പരോക്ഷ സൂചന അതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അടിത്തട്ടിലെ ദൗർബല്യം കുറെ കാലമായി പ്രകടമാണ്. മാത്രമല്ല, പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംവാദങ്ങൾ നടത്താൻ ഈ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ശൈലജ ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് പിഴച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കെ ശൈലജ. അപ്പോൾ സുജയ, ചോദിക്കാത്ത ആ പോസിറ്റീവായ ചോദ്യം ഏതാണ്? ശൈലജ ടീച്ചർ ചിന്തയിൽ എഴുതിയത് ഒരുപാട് ചിന്തിച്ച് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് തിരുത്താൻ പാർട്ടി തയ്യാറാകുമോ എന്നതാണ് DNA ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ശൈലി തിരുത്താൻ നേതൃത്വം പൂർണ്ണ മനസ്സോടെ തയ്യാറാകാതെ ഇതിനൊക്കെ കാര്യമുണ്ടോ, ഇതിനൊക്കെ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ആ സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തിരുത്താതെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. പാർട്ടി സെക്രട്ടറി പദവിയിൽ തുടരുകയാണ്, അദ്ദേഹവും മാറുന്നില്ല തൽക്കാലം. അപ്പോൾ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പാർട്ടിയോട് പറഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾ ഇറങ്ങി നടക്കുന്ന നിരത്തിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിലിന് അവസാനമില്ല. കൊട്ടാരക്കരയിൽ അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊട്ടാരക്കരയിൽ അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറിയുടെ അവസ്ഥയൊന്ന് കാണണം. ടയറിന്റെ നില തീരെ മോശമാണ്. ബ്രേക്ക് ചവിട്ടിയാൽ 1 കിലോമീറ്റർ കഴിഞ്ഞേ നിൽക്കൂ. സ്പീഡ് ഗവർണർ ഇല്ല, GPS ഇല്ല, സ്പീഡോമീറ്റർ പ്രവർത്തിക്കുന്നില്ല. 16 വർഷം പഴക്കമുള്ള ടിപ്പറിന് ഫിറ്റ്നസ്സുമില്ല. ഓടിച്ച ഡ്രൈവർക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു വാഹനമാണ് കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് അമിത വേഗതയിലെത്തി പാഞ്ഞു കയറിയത്. ഇതിന് ഹെവി ലൈസൻസ് ഇല്ലാത്ത ആളാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി ഓടിക്കുന്നതിന് ഹെവി ലൈസൻസ് ആവശ്യമാണ്. GPS കട്ട് ചെയ്തിരിക്കുക. GPS ഒന്നുകിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നത് സിസ്റ്റം ത്രൂ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഒന്നുകിൽ അവർ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ വണ്ടിക്ക് GPS ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യും. രാവിലെ 7 മണിയോടെയാണ് നീലേശ്വരം മുക്കോണിമുക്ക് ബസ് സ്റ്റോപ്പിൽ കുട്ടികളടക്കം ബസ് കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി പാഞ്ഞു കയറിയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 15 വർഷത്തിൽ പ്രശ്നമുണ്ട്. ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഹെൽമെറ്റുമായിട്ടും സീറ്റ് ബെൽറ്റും കൊണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇത് എങ്ങനെയായാലും സ്കൂൾ സമയത്ത് ടിപ്പർ ലോറികൾ നിരത്തിലിറക്കരുതെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് കൊട്ടാരക്കരയിലെ സംഭവം. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. വിജയകുമാർ, ഈ ടിപ്പറിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് വഴിയിലിറക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയില്ലാത്ത ഒന്നാണ്. അത് അപകടം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് സിസ്റ്റം അത് തിരിച്ചറിയുന്നത്. എന്തൊരു സിസ്റ്റമാണിത്?
നമ്മൾ സ്ഥിരമായി ഒരു അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണരുന്നു, പ്രവർത്തിക്കുന്നു, ഇടപെടുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാനോ ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഒഴിവാക്കാനോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി നമുക്ക് എല്ലാ ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കാനുള്ളത്. നോക്കൂ, ഈ വാഹനത്തിന്റെ കാര്യം, ഈ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല, അയാൾക്ക് ഈ വാഹനം ഓടിക്കാനുള്ള നിയമപരമായ അധികാരമില്ല. അങ്ങനെ ഒരാളാണ് ആ വാഹനം ഓടിച്ചത്. ആ വാഹനം നേരത്തെയും അപകടം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വാഹനം, അത് ഓടിക്കാൻ അർഹതയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇത് തന്നെയാണോ? ടിപ്പറിന്റെ സമയക്രമമുണ്ട് ഓരോ ജില്ലകളിലും, അത് പാലിക്കുന്നുണ്ടോ? സ്കൂളിന്റെ പരിസരത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സ്ഥലങ്ങളിൽ ഏത് സമയത്ത് ഓടിക്കാൻ കഴിയും, എത്ര വേഗത്തിൽ ഓടിക്കാൻ കഴിയും, ഈ ചട്ടങ്ങൾ ഒന്നും പാലിക്കുന്നില്ല. ഈ ടിപ്പർ മാത്രമല്ല, ഈ ബസ്സുകൾ നമ്മുടെ കൊച്ചിയിലേക്ക് വന്നാൽ സ്വകാര്യ ബസ് ഉണ്ടാക്കുന്ന പ്രശ്നവും നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. അങ്ങനെ ഈ വലിയ അപകടം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ദീനരോധനം കേട്ട് എല്ലാ ദിവസവും ഉണരാനൊന്നും കഴിയില്ലല്ലോ സുജയ. അപ്പോൾ ജോഷി, ഈ കൊലയാളി ടിപ്പറുകളെ ഓടിക്കാൻ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റം ഉണർന്ന് ചെയ്യേണ്ടത്? അല്ലെ, ടിപ്പറുകൾ അടക്കമുള്ള ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥയുണ്ട്. ഇന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ ടയർ കണ്ടോ? ആ ടയർ ഏതാണ്ട് അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് തീരാറായി കിടക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഇതിനൊരു ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. ഈ ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കുമ്പോൾ നല്ല ടയർ കൊണ്ടുപോയി ഇടും, എന്നിട്ട് ഫിറ്റ്നസ് പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. എന്നിട്ട് പുറത്തിറങ്ങുമ്പോഴോ വളരെ മോശം ടയർ മാറ്റിയിടും. സ്പീഡ് ഗവർണർ വാടകയ്ക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ. അതായത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് സ്പീഡ് ഗവർണർ വാടകയ്ക്ക് വാങ്ങിച്ചു പോയി ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി തിരിച്ചു വരും. അങ്ങനെയുള്ള സംവിധാനത്തിലാണ് ഇത് പലതും പ്രവർത്തിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ RT ഓഫീസുകൾ, പോലീസ് ഇവയൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ കൊലയാളികളായി മാറുന്ന ഈ ടിപ്പറുകളെ നമ്മുടെ നിരത്തിൽ നിന്ന് തടയാനാവൂ. അവർക്കൊരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും വ്യത്യസ്ത സമയമാണ് ഈ സ്കൂൾ സമയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആരാണ് പരിശോധന നടത്തുന്നത്? വൈകുന്നേരം പിരിവിന് പോലീസുകാരും RT ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പിരിവിന് വഴിനീളം എങ്ങനെയാണ് ഈ പൂച്ച പതുങ്ങിക്കിടക്കുന്ന പോലെ റോഡിന് ഇരുവശവും കയറി പതുങ്ങിക്കിടക്കുമല്ലോ. അല്ലാതെ ഇവരെ പോലുള്ള ആളുകളെ കൃത്യമായി പിടിക്കാൻ പോലീസിനും അല്ലെങ്കിൽ RT വിഭാഗത്തിനും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ റോഡുകൾ, നമ്മുടെ നിരത്തുകൾ മരണക്കളങ്ങളായി മാറുന്നു സുജയ. തീർച്ചയായും. അതായത് ഈ കൊട്ടാരക്കരയിൽ നീലേശ്വരത്ത് മണ്ണുമായിട്ട് വന്ന, അതായത് ഫുൾ ലോഡുള്ള വണ്ടിയാണ്. ആ വണ്ടി അമിത വേഗത്തിൽ വന്ന് ഒരു ബൈക്കിനെ വെട്ടിച്ചുകൊണ്ട് ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി അവിടെ ആ മണ്ണ് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ദേഹത്തേക്ക് വീഴുകയാണ്. ആ മനുഷ്യർ എന്ത് പിഴച്ചു? അവർക്ക് ഉണ്ടായ ജീവഹാനിക്ക്, അവർക്കുണ്ടായ ബുദ്ധിമുട്ടിന് അതിനൊക്കെ ആരാണ്, നമ്മുടെ സിസ്റ്റത്തിൽ ആരാണ് മറുപടി പറയുക? ഓരോ തവണയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആ ലൈസൻസ് ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള പരിശോധനകൾ സമയബന്ധിതമായി എല്ലായിടങ്ങളിലും നടത്താൻ ആർക്കാണ് സമയം? നിയമലംഘനം പതിവാക്കിയ വാഹനമാണിതെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വാഹനം നിരത്തിലിറങ്ങുന്നതിന് ഒത്താശ ചെയ്തത് ആരാണോ അയാളെ കൂടി ശിക്ഷിച്ചാലേ ഇതിലെ ശിക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അല്ലാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഒരു കേസ് എടുത്തുകൊണ്ട് നിങ്ങൾ ആളെ പറ്റിക്കാൻ നോക്കരുത്. നിയമലംഘനം പതിവാക്കിയ വണ്ടി, ഹെവി ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ, ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടിപ്പറുകൾ നമ്മുടെ സംസ്ഥാനത്തോടുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ആർജവം കാണിക്കണം. എന്നിട്ട് പറയാം നിങ്ങൾ എടുത്ത നടപടി ആത്മാർത്ഥതയുള്ളതാണെന്ന്. ചോദിക്കാത്ത ചോദ്യങ്ങൾ ഒരു കൂട്ടമുണ്ട് ചോദിക്കാൻ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ് സുജയ? ഈ ഏപ്രിൽ മാസത്തിൽ 2 മാസം മുൻപ് ഫിറ്റ്നസ് ക്ലിയർ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടിയ ടിപ്പറാണിത്. അപ്പോൾ ആ ടിപ്പറിന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് വളഞ്ഞ വഴിക്കാണോ? 17 വർഷം പഴക്കമുള്ള, നിയമലംഘനത്തിന് നേരത്തെയും പിടിച്ച വാഹനം നിരത്തിൽ ഇറങ്ങിയത് എങ്ങനെയാണ്? നിരത്തിലിറക്കാൻ അവസരമൊരുക്കിയത് ആരാണ്? അവരെ കൂടി കണ്ടുപിടിക്കേണ്ടേ? അവർക്കെതിരെയും വേണ്ടേ നടപടി എന്നതാണ് ഞങ്ങൾ ചോദിക്കാത്ത ആ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ DNA-യിൽ ഓരോ വിഷയങ്ങളായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ എത്തിക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ നോക്കാം. പാലക്കാട് ചാലിശ്ശേരിയിൽ 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക പീഡനം നടത്തിയ UDF നേതാവ് ഷിഹാബുദ്ദീൻ പിടിയിൽ. വസ്ത്രം തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി ദളിത് പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. AYF മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയിൽ പ്രയോഗിച്ചത് മലിനജലമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളി VS ജോയ് MLA. പ്രതിപക്ഷ നേതാവ് സഭയിൽ കൊണ്ടുവന്നത് റോഡിൽ നിന്നെടുത്ത വെള്ളം. ചിത്രങ്ങൾ ഇന്നത്തെ പത്രത്തിലുണ്ട് എന്നും MLA. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. മേപ്പറമ്പ് സ്വദേശി ഫാസിലാണ് പിടിയിലായത്. KSRTC ജീവനക്കാർ പിന്തുടർന്നെത്തുന്നത് കണ്ട് ബസ് ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. ഈ മാസം 9-നായിരുന്നു സംഭവം.
തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 3 പ്രതികൾക്ക് ജാമ്യമില്ല. 3-ാം പ്രതി ജീവൻ, 13-ാം പ്രതി നന്ദു, 23-ാം പ്രതി ഷൈജു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ പൊതുസമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരായ പ്രവൃത്തിയെന്ന് കോടതി. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായെന്നും കോടതിയുടെ പരാമർശം. SFIയുടെ ഇയർ ഔട്ട് പ്രതിഷേധ മാർച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിരലറ്റു. എയർ ക്യാമ്പിലെ CPO അച്ചുവിന്റെ വിരലാണ് അറ്റുപോയത്. പരിക്കേറ്റ പോലീസുകാരൻ ചികിത്സയിൽ. DNA-യിൽ കൂടുതൽ വാർത്തകളിലേക്ക് ഞങ്ങൾ തിരികെ എത്തും. സ്റ്റേ ട്യൂൺ. ഒരു ചെറിയ ഇടവേള. വാർത്തകളുടെ ഉള്ളറയിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ പരിശോധന തുടരുകയാണ്. DNA-യിലേക്ക് വീണ്ടും സ്വാഗതം. S. വിജയകുമാർ, ഇനി എന്താണ് നമ്മൾ പരിശോധിക്കുന്നത്? സുജയ, നമ്മൾ ഓരോ വാർത്തയും ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. നോക്കൂ, ഇവിടെ നമ്മളെപ്പോലെ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളുണ്ട്, C&AG. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ സർക്കാരിനോട്, അന്നത്തെ ഭരണത്തിലുണ്ടായിരുന്നവരോട് ചോദിക്കുകയാണ് C&AG. ആ റിപ്പോർട്ട് നിയമസഭയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോയാലോ? ഉറപ്പായും. 2024-2025 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി കിഫ്ബി ബാധ്യതയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് C&AGയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബജറ്റിന് പുറത്തുള്ള കടബാധ്യത 39,230 കോടി എന്ന് പറയുന്ന റിപ്പോർട്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി സഞ്ചിത നിധിയിലേക്കാണ് വകമാറ്റിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ധനമാനേജ്മെന്റിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചതായും റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ചു കാണിക്കാൻ വൻ തുകകൾ വകമാറ്റിയതായുമാണ് റിപ്പോർട്ടിലെ ഏറ്റവും വലിയ വിമർശനം. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3,511 കോടി രൂപയുടെ തീർപ്പാക്കാത്ത ബാധ്യതയുണ്ടെന്നും ഇതിൽ പറയുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനമുണ്ടായിട്ടുണ്ടെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. 9.3% നിന്ന് ആഭ്യന്തര ഉത്പാദനം 9.97% ഉയർന്നു. 0.3% റവന്യൂ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബിയുടെ നിർമ്മാണത്തിൽ 25% വരുമാനം ലഭിക്കുന്ന പദ്ധതികളെന്ന് കേരളം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്തരത്തിലല്ല. ബാധ്യത തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നുമുണ്ട് റിപ്പോർട്ട്. ധനദുർവിനിയോഗം, സാമ്പത്തിക ധൂർത്ത്, അഴിമതി എന്നിവ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. S. വിജയകുമാർ, അവകാശവാദങ്ങളൊക്കെ അപ്പോൾ വെറും പൊള്ളയായിരുന്നു, പൊള്ളക്കണക്കായിരുന്നു എന്ന് C&AG തന്നെ കാണിച്ചു തരികയാണ്. അതാണ് ഇതിൽ ഇപ്പോ ഈ സർക്കാർ വന്ന ശേഷം കൊണ്ടുവന്ന ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ C&AG ശരിവെക്കുന്നുണ്ട്. അന്ന് പ്രതിപക്ഷം ഇപ്പോഴത്തെ ഭരണപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ഏതാണ്ട് ശരിവെക്കുന്നുണ്ട്. കിഫ്ബി സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ C&AGയും ഏതാണ്ട് അതുതന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് കേന്ദ്രം നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് ശരിയാണ് എന്ന് CAG പറയുകയാണ്, അല്ലേ? കേന്ദ്ര വരുമാനത്തിലുണ്ടായ ഏതാണ്ട് 42% കുറവ്. അപ്പോഴത് രാഷ്ട്രീയമായി CPM ചില വിഷയങ്ങളിൽ മറുപടി പറയേണ്ടതുപോലെ BJPയും ചില വിഷയങ്ങളിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരളം എന്ന് നമ്മൾ ധവളപത്രത്തിലൂടെ പറയാൻ സർക്കാർ ശ്രമിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെ പറയുന്ന C&AG റിപ്പോർട്ട് കൂടി വരികയാണ്. രണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കഴിഞ്ഞ സർക്കാരിനെയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെയാണ്. അപ്പോൾ ആ പ്രതിപക്ഷം, ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ധനമന്ത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയുമോ എന്നാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. അതായത് ജോഷി കുര്യൻ, ഇപ്പോൾ വൻകിടക്കാർക്ക് ഇളവ് കൊടുത്തുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാർ ഖജനാവിന് വരുത്തി വെക്കുന്ന ഒരു നയമായിരുന്നു എന്നതായി ഈ രേഖയെ വായിച്ചെടുക്കാൻ കഴിയുമോ? ഇപ്പോഴത്തെ സർക്കാരിന് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാമോ? സംശയമൊന്നുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നികുതി പിരിവിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും സംസ്ഥാന ഖജനാവിന് ഏതാണ്ട് 0.31 ഗുണം മാത്രമാണ് സംസ്ഥാന ഖജനാവിനുണ്ടായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നികുതി പിരിവിൽ നമുക്കറിയാമല്ലോ, സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പെരക്കരം, വസ്തുനികുതി എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം പൈസയാണ് പിരിച്ചെടുക്കുന്നത്. അതിനൊന്നും ഒരു കുറവ് ഉണ്ടാകാറില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, വൻകിടക്കാരുണ്ടല്ലോ, വൻകിട പാട്ടക്കാർ, വൻകിട എസ്റ്റേറ്റ് ഉടമകൾ, സർക്കാർ ഭൂമി കൈവശം വെച്ച് പതിറ്റാണ്ടുകളായി കൈവശം വെച്ച് അനുഭവിക്കുന്നവർ, അവരിൽ നിന്നൊക്കെ കുടിശ്ശിക പിരിച്ചെടുക്കേണ്ടതാണ്. അതൊന്നും
പിരിച്ചെടുത്തിട്ടില്ല. നമുക്കറിയാം ബാറുകാരുടെ കാര്യം, ബാറുകളിൽ നിന്ന് കിട്ടേണ്ട അവരുടെ വിൽപ്പന കൂടിയെങ്കിൽ അവിടെ നിന്ന് കിട്ടേണ്ട പണമുണ്ട്, ആ പണം കിട്ടിയിട്ടില്ല. സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് കിട്ടേണ്ട പണമുണ്ട്. അങ്ങനെ വൻകിടക്കാരിൽ നിന്ന് പലരിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടാതെയാണ്, പിരിക്കാതെയാണ് സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല, തങ്ങൾ പാപ്പരായി എന്ന് പിണറായി സർക്കാർ പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ജോലി നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ധവളപത്രം മാത്രമല്ല C&AG റിപ്പോർട്ടും പറഞ്ഞു വെക്കുന്നത്. സുജയ, അതായത് തെറ്റുപറ്റിയിട്ടുണ്ട്, അത് കിഫ്ബിയുടെ കാര്യത്തിൽ ധനവിനിയോഗത്തിന്റെ കാര്യത്തിൽ ഒക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് C&AGയുടെ ഫൈൻഡിംഗ്. ഇത് സർക്കാരിന് കിട്ടുന്ന ഒരു ആശ്വാസമായി മാറുകയാണ്. കാരണം ധവളപത്രത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ചത് ശരിക്കുമുള്ള കണക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരിന് തിരിച്ച് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒക്കെ മറുപടി പറയാൻ VD സതീശന് കിട്ടുന്ന ഒരു നല്ല അവസരമാണ്, ഒരു സുവർണ അവസരം തന്നെയാണ്. അതായത് ഇപ്പോൾ സാമ്പത്തിക മാനേജ്മെന്റ്, ആ വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാമ്പത്തിക മാനേജ്മെന്റിൽ അടപടലം പാളിയിട്ട് കഴിഞ്ഞ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് എന്ന് തന്നെയാണ് ഇത്. കാരണം വർദ്ധിച്ച കടബാധ്യത, ആകെ കടം ഉയർന്നത് എങ്ങനെയാണ്, അതിലേക്ക് ബാധ്യതയിലേക്ക് തള്ളിവിട്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഉപയോഗിക്കാതെ കിടന്ന ദുരിതാശ്വാസ നിധിയിലെ ആ തുകയാണ് നമ്മൾ കാണേണ്ടത്. 262.06 കോടി രൂപ സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അഥവാ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റി റവന്യൂ ധനക്കമ്മി കുറച്ചു കാണിച്ച് നാട്ടുകാരെ പറ്റിച്ചു സാർ. അതാണ് C&AG കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ മറുപടി പറയണ്ടേ വിജയകുമാർ? ഉറപ്പായും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ ഉറപ്പായും മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾ സർക്കാർ ഈ പ്രതിപക്ഷത്തോട് ചോദിക്കും. അപ്പോൾ പ്രതിപക്ഷത്തോട് സർക്കാർ ചോദിക്കും, പ്രതിപക്ഷം സർക്കാരിനോട് ചോദിക്കും, CAG ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടല്ലോ. അതെ, ചോദിക്കാത്ത ചോദ്യം. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വരുത്തിവെച്ചത് 39,230 കോടിയുടെ ബാധ്യതയെന്ന കണ്ടെത്തൽ അന്ന് ഭരിച്ച ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും അംഗീകരിക്കുമോ? സംസ്ഥാനത്തിന്റെ ധനക്കമ്മിയും റവന്യൂ കമ്മിയും കൃത്രിമമായി കുറച്ചു കാണിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടന്നോ എന്നതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾ നമ്മൾ സർക്കാരിന് മുന്നിലേക്ക് ചോദിക്കാനും ഉത്തരം പറയാൻ പ്രതിപക്ഷത്തിന് മുന്നിലേക്കും വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. DNA-യിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്ന ക്വിക്ക് അപ്ഡേറ്റ്സിലേക്ക്. SHO സംവിധാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് ശുപാർശ കൈമാറി സംസ്ഥാന പോലീസ് മേധാവി. നിലവിലെ സംവിധാനത്തിൽ അപാകതകളുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടക്കമാണ് കൈമാറിയത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇൻസ്പെക്ടർമാർ വേണ്ടെന്നും 63 സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർ റാങ്കുകളിലുള്ളവർ മതിയെന്നും സംസ്ഥാന പോലീസ് മേധാവി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി തള്ളി വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്ന് തന്നെ എന്ന് SIT. ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാൻ ജിതിൻ ഭാസ്കറിന്റെ നീക്കം. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നാട്ടുകാർക്ക് നേരെ കത്തിവീശി യുവാവ്. മോഷണക്കേസിൽ മുങ്ങി നടന്ന സ്റ്റാൻ വർഗീസാണ് നാട്ടുകാർക്ക് നേരെ കത്തിവീശിയത്. ഇയാൾ സഞ്ചരിച്ച വാഹനം മറ്റൊരു കാറിലിടിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപ തുക തിരികെ നൽകാൻ സ്ഥലം പൊതുലേലം നടത്താൻ ഉത്തരവിറക്കി. സുൽത്താൻ ബത്തേരിയിലെ മഞ്ഞാടി സൊസൈറ്റിയുടെ മീറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലേലം നടത്താനാണ് ഉത്തരവിറക്കിയത്. നിക്ഷേപ തുക തിരികെ നൽകാൻ കോടതി വിധിച്ചിട്ടും നൽകാത്തതിനാലാണ് ഈ നടപടി. കണ്ണൂർ പഴയങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർക്ക് പരിക്ക്. നായാട്ടുപാറ സ്വദേശി ഷാർലക്കിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓടുമേഞ്ഞ കെട്ടിടം തകർന്നു. S. വിജയകുമാർ, ADGP MR അജിത് കുമാറിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള മൊഴി, പലതരത്തിലുള്ള സൂചനകൾ, ദൃശ്യങ്ങൾ കാണാനില്ലെന്നുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്നിട്ടും ഇത്രയും വൈകിയത് എന്തുകൊണ്ടായിരിക്കും ഈ നടപടികളൊക്കെ? അതാണ് ഈ സർക്കാരിന് രാഷ്ട്രീയമായി വലിയ വിയോജിപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വിമർശനം അദ്ദേഹത്തോട് പല കാര്യങ്ങളിലുമുണ്ട്. പക്ഷേ SITയുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടും എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാത്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ നമ്മളുടെ സംവിധാനത്തിന് കീഴിലുണ്ട്. അത് പോലീസിലുമുണ്ട്, മറ്റ് സർവീസുകളിലും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണോ MR അജിത് കുമാർ? ഈ സർക്കാരിനും അദ്ദേഹത്തെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത്? കോൺഗ്രസ് പ്രവർത്തകരാകെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് MR അജിത് കുമാറിനെതിരെ
നടപടി എടുക്കുന്നില്ല. ഈ കേസിൽ മാത്രമല്ല, ഇപ്പോൾ ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ UDF-ന്റെ നിലപാട് എന്തായിരുന്നു? എം ആർ അജിത് കുമാറിനെതിരെ അജിത് കുമാർ ഏതൊക്കെ തരത്തിൽ ആ സർക്കാരിനെ സഹായിച്ചു എന്ന വിമർശനമാണ് കോൺഗ്രസിനുള്ളത്, UDF-നുള്ളത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്ന് നമ്മളല്ല ചോദിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരം ചോദ്യങ്ങളുണ്ട്. ആഭ്യന്തര വകുപ്പ് പലപ്പോഴും ആ ചോദ്യം വരുമ്പോൾ മന്ത്രി എന്റെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയില്ല എന്ന ദുർബല ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് കാണുന്നത്. എന്തോ എവിടൊക്കെയോ ചിഞ്ഞു നാറുന്നുണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ ഏതായാലും ഞാനില്ല. ജോഷി കുര്യൻ, എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിനപ്പുറം ഈ അട്ടിമറിക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ചത് ആരാണ് എന്നതിലേക്ക് അന്വേഷണം എത്തും എന്നതുകൊണ്ടാണോ ഇത്രകാലം സംരക്ഷിച്ചത്? സുജയ, ഈ ആരെയാണ് ADGP എം ആർ അജിത് കുമാർ രക്ഷിക്കാൻ ശ്രമിച്ചത്? കേസ് അട്ടിമറിച്ചത് ആർക്കു വേണ്ടിയാണ്? അത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽ കല്യൂർ അടക്കമുള്ള 5 പേരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കേസ് ഡയറി അടക്കം അട്ടിമറിക്കുകയും തിരുത്തുകയും തന്റെ കീഴിലുള്ള പോലീസുകാരെ കൊണ്ട് മൊഴികളും സാക്ഷിമൊഴികളും മാറ്റിക്കുകയും അതിനുശേഷം കേസ് റഫർ ചെയ്ത് എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്ത്. അങ്ങനെയെങ്കിൽ ADGP എം ആർ അജിത് കുമാറിനോട് അങ്ങനെ വേണം എന്നാവശ്യപ്പെട്ടത് ആരാണ്? അതിനു പിന്നിൽ ADGP എം ആർ അജിത് കുമാർ ഏതായാലും സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഗൺമാനെ രക്ഷിച്ചേക്കാമെന്ന് വിചാരിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ ADGP-യോട് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയതാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യത്തിൽ അറിവുണ്ടോ എന്നതിലേക്ക് സംശയമുയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന P ശശി അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് സംശയമുയരുന്നത്. സംസ്ഥാന പോലീസും അല്ലെങ്കിൽ നിലവിലെ സംസ്ഥാന സർക്കാരും കണ്ണുവയ്ക്കുന്ന അത് തന്നെയാണ്. ADGP വഴി പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇക്കാര്യത്തിൽ കടന്നു കയറാൻ കഴിയുമോ? പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ ഈ കേസ് ഡയറി തിരുത്തിയത്? ഇതിലടക്കം ഒരു ഉത്തരം കണ്ടെത്താനായിരിക്കും വരുന്ന നാളുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം. സുജയ, ഇക്കാര്യത്തിൽ DGP-ക്ക് ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ AP ഷൗക്കത്ത് അലി റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പ്രകാരം കൃത്യമായ നടപടിയിലേക്ക്, അന്വേഷണത്തിലേക്ക്, DGP തല അന്വേഷണത്തിലേക്ക് തന്നെ പോകാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ADGP-യുടെ ഓഫീസിലെ ഗ്രേഡ് SMമാരായ ഗിരീഷും ശ്രീകാന്തും എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയത് എന്ന മൊഴി നൽകിയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല, ഓഫീസിൽ വിളിച്ചു വരുത്തിയാണിത് തിരുത്തി. അതായത് ആലപ്പുഴയിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഒരു കേസ് തേച്ചുമാച്ച് കളയാനായി ശ്രമിച്ച ഇദ്ദേഹം മറ്റു കേസുകളിലും അങ്ങനെ ശ്രമിച്ചിട്ടില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുമല്ലോ. മാത്രമല്ല, ADGP-യുടെ ഓഫീസിലേക്ക് ആ പെൻഡ്രൈവ് കൊണ്ടുപോയത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. മർദ്ദനം ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട്, അങ്ങനെയാണ് അത് രക്ഷാപ്രവർത്തനമായി മാറുന്നത്. തല്ലി ചതയ്ക്കുന്നതാണെന്ന് ദൃശ്യം കണ്ടാൽ അറിയാം. അതുകൊണ്ട് ആ ദൃശ്യം തന്നെ ആദ്യം ഇല്ലാതാകുന്നു. പിന്നീട് ആ ദൃശ്യം വരുമ്പോൾ ആ ദൃശ്യത്തിൽ അങ്ങനെയല്ലല്ലോ എന്നുള്ള വാദം വരുന്നു. എന്തായാലും ഈ കേസ് തേച്ചുമാച്ച് ഇല്ലാതാക്കാൻ രണ്ടു കൂട്ടരും ചേർന്ന് ശ്രമിക്കരുത് എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. യെസ്, എന്നാ പിന്നെ നമുക്ക് ആ ചോദിക്കാത്ത ചോദ്യം കൂടി ചോദിക്കാം. കേസ് അട്ടിമറിക്കാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP എം ആർ അജിത് കുമാർ തന്റെ പദവി ദുരുപയോഗം ചെയ്തു. രഹസ്യമൊഴികളും കൃത്രിമം തെളിയിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും എം ആർ അജിത് കുമാറിന് കൂടുതൽ കുരുക്കാകുമോ? ഇക്കാര്യത്തിൽ അന്വേഷണം വരാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. നമുക്ക് ഇനി പോകേണ്ടത് S. വിജയകുമാർ പലപ്പോഴും പറയാറുണ്ട്, ഒരാൾക്ക് ഒരു പദവി മതി. അത് കോൺഗ്രസ് അവരുടെ ചിന്തൻ ശിബിറിലൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തായിരുന്നു. ജയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ രാജസ്ഥാനിൽ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതുവരെ ആ പദവി ഒരാൾക്ക് ഒന്ന് മാത്രം എന്ന നയം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ ഒരാൾക്ക് ഒന്നിലധികം പദവികളുണ്ട്. ആ പദവികളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരുമാണ് കോൺഗ്രസിലെ പല നേതാക്കളും. അതുകൊണ്ട് ആ ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്ന് അറിയില്ല. പക്ഷേ ആ ചോദ്യം പ്രസക്തമാകുന്ന മറ്റൊരു പാർട്ടിയുണ്ട്. ഒരാൾക്ക് ഒരു പദവി നയം കർശനമായി നടപ്പാക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുകയാണ്. MLA-മാർ ഉൾപ്പെടെ പാർട്ടി ചുമതലകൾ ഒഴിയും. ലീഗ് മാതൃക നടപ്പാക്കാൻ കോൺഗ്രസിന് എന്തായാലും കഴിയും എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇത് വ്യക്തമാക്കിയതാണ്. പാർട്ടിയിൽ ഒരാൾക്ക് ഒരു പദവി കർശനമാക്കും. ഒരു വിഭാഗം നേതാക്കൾ പാർലമെന്ററി രംഗത്ത് സജീവമാകുമ്പോൾ പാർട്ടിയിലേക്ക് മറ്റൊരു നേതൃനിര കടന്നുവരും. ലീഗ് ആ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇതേ മാതൃക കോൺഗ്രസും പിന്തുടരണം എന്നാണ് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുപ്പക്കാരനായ ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റാക്കാം. പക്ഷേ ഈ നീക്കത്തിന് കോൺഗ്രസിൽ വലിയ പിന്തുണയില്ല. കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ളവർ അധ്യക്ഷ പദവിയിൽ കണ്ണുവച്ചവരാണ്. ഇരട്ട പദവി ഒരു ബാധ്യതയല്ല എന്ന് മാത്രമല്ല, അത് അലങ്കാരമായി അണിയുന്നവരാണവർ. രാജ്യസഭാംഗമായ മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റായ കോൺഗ്രസ് കേരളത്തിൽ മാത്രമായി എങ്ങനെ ഒരാൾക്ക് ഒരു പദവി എന്ന പദ്ധതി നടപ്പാക്കും? കാത്തിരുന്നു കാണണം. പൊളിറ്റിക്കൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പിന്തുണച്ചു, ആ പിന്തുണയൊക്കെ സ്വീകരിക്കും. പക്ഷേ ലീഗ് വേറെ, കോൺഗ്രസ് വേറെ. കോൺഗ്രസിൽ ഇത് നടപ്പാക്കാൻ ഈ അടുത്ത കാലത്തെങ്ങാനും കഴിയുമോ ജോഷി?
ലീഗ് വേ കോൺഗ്രസ് റേ എന്ന് പറയേണ്ടി വരും. എന്നാലും നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നേതാക്കന്മാരുടെ ഒരു ബാഹുല്യമുണ്ട്. ലീഗിൻ്റെ വഴി കോൺഗ്രസിനും പരീക്ഷിക്കാവുന്നതാണ് എന്നാണ് നോക്കുന്നത്. കാരണം ഒരു പുതുതലമുറ നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരാൾക്ക് ഒരു പദവി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, ഈ കോൺഗ്രസിൽ MP MP തന്നെ KPC പ്രസിഡന്റ് ആകും. അങ്ങനെ എത്ര പദവികൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പ്രത്യേകത എന്താ? അവർക്ക് മാത്രമായി ചില പദവികൾ അങ്ങനെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ആരാവണമെന്ന് അണിയറയിൽ ചർച്ചകൾ നടക്കുന്ന സമയമാണല്ലോ. രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കൻ്റെ പേര് പറയുന്നത്. ജോസഫ് വാഴക്കൻ നിലവിൽ MP യോ MLA ഒന്നുമല്ല. ജോസഫ് വാഴക്കന് ഏറ്റുമാനൂരിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. 30 ലക്ഷത്തിൻ്റെ പോസ്റ്റർ അടിച്ചു, ഒടുവിൽ അത് കത്തിച്ച് കളയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴക്കനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായ അവസരമാണിതെന്ന് നമുക്കറിയാവുന്നതാണ്. അതാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത്. പക്ഷേ KC വേണുഗോപാലും VD സതീശനും ഒക്കെ തന്നെ തങ്ങളുടേതായ ആളുകൾക്ക് വേണ്ടി വലിയ തോതിലുള്ള ചരടുവലികൾ നടത്തുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. മാത്യു കുഴൽനാടൻ നിലവിൽ MLA ആണ്, പക്ഷേ KPC പ്രസിഡന്റ് ആകാൻ വേണ്ടി ഒരുങ്ങുന്നു. ഷാഫി പറമ്പിൽ, അങ്ങനെ പല ആളുകളുമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, പലരും MP-മാരാണ്. അപ്പോൾ കോൺഗ്രസിൽ അത് എത്ര കണ്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ലീഗ് അത് നടത്തുന്നുവെങ്കിൽ വളരെയധികം പ്രശംസനീയവുമാണ്. സുജയ. SP ജയകുമാർ, ഇപ്പോൾ ജോഷി പറഞ്ഞതിൽ നിന്ന് തന്നെ രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ഈ ഒരാൾക്കൊരു പദവി ഒന്ന് നടപ്പായി കണ്ടാൽ മതി എന്നത് ജോസഫ് വാഴക്കനെ ഉന്നവിട്ട് തന്നെയാണോ? രമേശ് ചെന്നിത്തല ഈ ആവശ്യവുമായി ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് പോകുമല്ലോ. ഹൈക്കമാൻഡിനെ നയിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എത്ര പദവിയുണ്ട്? അദ്ദേഹം രാജ്യസഭാംഗമല്ലേ? രാജ്യസഭാംഗവുമാണ്, പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയും പാർട്ടി അധ്യക്ഷൻ കൂടിയാണല്ലോ. അപ്പോൾ ഒരാൾക്ക് ഒരു പദവി മതിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടുത്ത് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയോട് തൽക്കാലം തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകൂ എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ജോസഫ് വാഴക്കൻ ഒരു ശക്തനായ KPCC പ്രസിഡന്റ് മത്സര സ്ഥാനാർത്ഥിയായിട്ട് അവിടെയുണ്ട്. അതിൽ തർക്കമില്ല. മാത്യു കുഴൽനാടനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ബെന്നി ബെഹനാൻ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിനെയൊക്കെ വേറൊരു തരത്തിൽ കാണാം. അതിന്റെ പേരിൽ ഈ പറയുന്ന ഒരാൾക്ക് ഒരു പദവി എന്നത് ഒരു മുദ്രാവാക്യമായി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കേവലം കേരളം മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പല രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കി തീരുമാനമെടുക്കേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസും. ലീഗ് പോലെ അങ്ങനെ കേരളത്തിൽ മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെതായ രീതികളും വഴികളും ഉണ്ട്. അവർ അത് മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു പദവി, സംഘടന കുറെ കൂടി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്ന സംവിധാനം കോൺഗ്രസിലില്ല. അത് കുറെ കൂടി ജനാധിപത്യം പാർട്ടിക്കകത്ത് ശക്തമായൊരു സംവിധാനം ആയതുകൊണ്ട് അങ്ങനെ എളുപ്പവുമല്ല നടപ്പാക്കാൻ. അതുകൊണ്ട് തൽക്കാലം അതിനുവേണ്ടി ലീഗ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകട്ടെ. കോൺഗ്രസിന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഒരാൾക്ക് ഒന്നിലധികം പദവികൾ ഉണ്ടാകും, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കോൺഗ്രസ്. പറയാനല്ലേ പറ്റൂ, നമുക്ക് നടപ്പാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ അറിയാം. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റുള്ളവരെയും എടുത്തു നോക്കൂ. രാഹുൽ ഗാന്ധി AICC ചുമതലയുണ്ട്, പ്രിയങ്ക ഗാന്ധി AICC ചുമതലയുണ്ട്. എല്ലാവരും ഹൈക്കമാൻഡ് എന്ന ഘടകത്തിന്റെ ഭാഗമാണ്. KPCC മാത്രമല്ലല്ലോ, AICC-യിൽ തന്നെ KC വേണുഗോപാൽ MP-യുമാണ്, AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ മന്ത്രിയായ സണ്ണി ജോസഫിന് തുടർന്നുകൂടെ എന്ന് വാദത്തിന് വേണ്ടി ചോദിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെ അവിടെയുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ അദ്ദേഹം മാറാൻ ഇതിനകം തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കസേര കണ്ട് പനിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ MLA-യും MP-യും ഒക്കെയാണ് എന്നതാണ് ഈ ഒരാൾക്കൊരു പദവി വരുമ്പോൾ അവരുടെയൊക്കെ ഒന്ന് മുഖത്ത് ഒരു മ്ലാനത വരാനുള്ള ഒരു കാരണം. ഞാൻ കരുതുന്നില്ല ഒരാൾക്കൊരു പദവി എന്നത് മൊത്തത്തിൽ നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന്. കാരണം ഒരുപാട് നല്ല നേതാക്കളാണ് അവർ. MP-മാരും MLA-മാരും ഒക്കെ ആയിപ്പോയത് ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തത് അവരുടെ തെറ്റുമല്ല. അപ്പോൾ പാർട്ടി പദവികളിൽ അവർ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുമുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനം അതിങ്ങനെ ഒഴിച്ചിടുന്നത് ശരിയല്ല. KPCC-യുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ്, അതിലേക്ക് ഒരാൾ വരേണ്ടതുണ്ട്. മാത്രമല്ല DCC അധ്യക്ഷന്മാർ MLA-മാരായി മാറിയ 7ഓളം ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടെയും ആ മാറ്റം വരണം. കാരണം പൂർണ്ണ സമയത്ത് ചുമതല നിർവഹിക്കേണ്ട കസേരകളാണ് DCC അധ്യക്ഷന്റേതും അതുപോലെ തന്നെ KPCC അധ്യക്ഷന്റേതും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരാൾക്കൊരു പദവി എന്ന രീതിയിൽ മാറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. മാറ്റുമോ എന്ന് എനിക്കറിയില്ല, മാറ്റട്ടെ അല്ലേ വിജയകുമാർ? അതെ, അപ്പോൾ ആ കസേരയിലേക്ക് ആര് വരും എന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ കോൺഗ്രസിനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ സുജയ. അതെ, ചോദിക്കാത്ത ചോദ്യവും അതാണ്. ഒരാൾക്ക് ഒരു പദവി എന്നത് നടപ്പായാൽ മാറേണ്ടി വരുന്നവർക്ക് എല്ലാവർക്കും പകരം യോഗ്യരെ കണ്ടെത്തണ്ടേ കോൺഗ്രസിന്? അടുത്തത് കോൺഗ്രസിന് ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ലീഗ് നടപ്പാക്കിയതുപോലെ അത്ര എളുപ്പം മാറ്റത്തിന് മനസ്സ് കാണിക്കുമോ കോൺഗ്രസിലെ നേതാക്കൾ? ഉത്തരം വളരെ എളുപ്പവുമായിരിക്കും അല്ലേ? അതെ, പറ്റില്ല എന്നുള്ള ഒറ്റ ഉത്തരമായിരിക്കും. പക്ഷേ നമുക്ക് സാധ്യമായ ചില കാര്യങ്ങളുണ്ട്. അത് വാർത്തകളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം DNA-യിലേക്ക്.
വെൽക്കം ബാക്ക് ടു ഡെയിലി ന്യൂസ് അനാലിസിസ് DNA. എസ് വിജയകുമാർ, നമുക്കൊന്ന് വടക്കോട്ട് പോകണം. അവിടെ ആ കല്ലറയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നാളെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് സുജയ. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ കണ്ട മൃതദേഹത്തെ ചൊല്ലിയുള്ള ദുരൂഹത നീങ്ങുന്നില്ല. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വസ്തു മൃതദേഹം തന്നെയാണോ എന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം വേണ്ടത്. ആണെങ്കിൽ അത് ആരുടേത്, എങ്ങനെ ഈ കല്ലറയിലെത്തി തുടങ്ങിയ ചോദ്യങ്ങൾക്കും വേണം വ്യക്തമായ ഉത്തരം. വാണിയമ്പാറ സ്വദേശിയായ ഒരാളെടുത്ത ഫോട്ടോയിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. 38-ാം നമ്പർ കല്ലറയ്ക്കകത്ത് 2 മൃതദേഹം, അതിലൊന്ന് പായിൽ പൊതിഞ്ഞ നിലയിൽ. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കില്ല എന്ന് പള്ളി വികാരി. ദുരൂഹത നീങ്ങുന്ന സാഹചര്യത്തോട്ട് എത്തിയിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ സംശയം തന്നെ അതാണ്. ഒരു കല്ലറയ്ക്കകത്ത് എങ്ങനെ 2 ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം. അധികൃതരുടെ അനുമതിയില്ലാതെ കല്ലറ തുറന്നിട്ടുണ്ടോ എന്നതായി പിന്നെ സംശയം. അങ്ങനെയെങ്കിൽ കല്ലറയിൽ 3 മൃതദേഹം കാണണം. സംശയ നിവാരണം പള്ളിയുടെ ഉത്തരവാദിത്തമായി. ഇതിനിടെ ആ മൃതദേഹം വിലങ്ങാട് സ്വദേശി സിജോയുടേതാണെന്ന് സംശയം പ്രകടിപ്പിച്ച് ബന്ധുക്കളെത്തി. 6 വർഷം മുൻപ് ഇയാളെ കാണാതായതിൽ കുറ്റ്യാടി പോലീസിൽ പരാതിയുമുണ്ട്. അന്ന് പരാതി ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. കാരണം മിസ്സിംഗ് അല്ലേ, ഇവനെ ആളെ കാണുന്നില്ലല്ലോ. മരിച്ചത് സിജോയാണോ എന്നതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും നിലവിലില്ല. ബന്ധുക്കളുടെ സംശയം മാത്രമാണ്. ഈ പള്ളിയിലെ കൈക്കാരനായ ബിനോയ് സിജോയുടെ ഭാര്യ സഹോദരനാണ് എന്നതാണ് ആ സംശയത്തിന് ആധാരം. വിശദമായ പരിശോധനയ്ക്കായി കല്ലറ തുറക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കല്ലറയിൽ 3 മൃതദേഹം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഇനി എന്ത്? എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട്, എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് സിജോയുടെ കുടുംബം അടക്കം പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പള്ളിയുടെ ഔദ്യോഗിക രേഖകളിൽ അത് പൊതുക്കല്ലറയാണ്. ആ പൊതുക്കല്ലറയിൽ ഔദ്യോഗികമായി 2 ശവസംസ്കാരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിലൊന്ന് 2006-ലാണ്. 2006-ന് ശേഷം 2015-ലാണ് അടുത്ത സംസ്കാരം നടന്നത്. ഈ 2015-ൽ രണ്ടാമത്തെ സംസ്കാരം നടത്തുമ്പോൾ ഈ 2006-ലെ ഈ മൃതദേഹാവശിഷ്ടങ്ങളുണ്ടല്ലോ, അതിന് മുകളിൽ മണ്ണിട്ട ശേഷമാണ് ഈ 2ാമത്തെ മൃതദേഹം അവിടേക്ക് അടക്കം ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് യാദൃച്ഛികമായി കല്ലറ പൊളിക്കുന്ന ഒരു ഘട്ടത്തിൽ, അവിടുത്തെ നമ്പർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് കല്ലറ പൊളിക്കുന്ന ഘട്ടത്തിൽ അതിനുള്ളിൽ ഈ 2015-ൽ വെച്ച മൃതദേഹത്തിന് പുറമെ മറ്റൊരു ഈ പറയുന്ന പായയിൽ പൊതിഞ്ഞ മൃതദേഹമെന്ന് സംശയിക്കുന്ന ഒരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 11 മണിക്ക് തുറക്കുമ്പോൾ 2 കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പായയിൽ പൊതിഞ്ഞത് മൃതദേഹമാണോ എന്നത്. ആണെങ്കിൽ അത് ആരുടേതാണ്? അത് ഈ പറയുന്ന സിജോയുടേതാണെങ്കിൽ DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. ഇനി അത് മൃതദേഹമല്ല എങ്കിൽ കൂടി ഒരു ചോദ്യമുണ്ട്. 2015-ൽ അടച്ച സീല് വെച്ച കല്ലറ പിന്നീട് എങ്ങനെ ആരോ തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പായ പോലുള്ള വസ്തു അതിനകത്ത് എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും 2015-ന് ശേഷം ഈ പറയുന്ന പള്ളി അധികൃതർ അറിയാതെ ആ കല്ലറ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിനുത്തരം കണ്ടെത്തുന്നതിനുള്ള വഴിയാണ് നാളത്തെ കല്ലറ തുറക്കൽ, തുടർന്നുള്ള DNA പരിശോധന. സുജയ. എസ് വിജയകുമാർ, ഈ കല്ലറ തുറക്കുന്നതോടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകണമല്ലോ. കാരണം ഇതിന് മുൻകൈ എടുക്കുന്നത്, അതിൽ വ്യക്തത വേണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ പള്ളിയും പള്ളി വികാരിയും അവിടുത്തെ ഇടവക അംഗങ്ങളുമാണ്. അപ്പോൾ അവരുടെ മുൻകൈയിലാണ്, അവരാണ് ഇതിൽ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പോലീസിന് ഇതിൽ വലിയ ദുരൂഹത പോലീസ് സംശയിക്കുന്നില്ല. പോലീസിന് അങ്ങനെ വലിയ സംശയവുമില്ല. പോലീസിനേക്കാൾ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ഇതിൽ മുന്നോട്ട് അന്വേഷണം പോകണമെന്ന് പറയുന്നത് പള്ളി തന്നെയാണ്, ഇടവകാംഗങ്ങൾ തന്നെയാണ്, വികാരി തന്നെയാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ആ ദുരൂഹത മറയുകയും വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യം സിനിമ പരമ്പര, ഇപ്പോൾ ദൃശ്യം 1, 2, 3, ആ 3 സിനിമകളും വന്ന ശേഷം നമുക്ക് ഈ പറയുന്ന മൃതദേഹമാണോ അല്ലെങ്കിൽ അത് കല്ലറ തുറന്ന് പരിശോധിക്കല്, ഈ ഇളക്കി പരിശോധന ഒക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മൾ ഈ സിനിമയുമായി കണക്ട് ചെയ്ത് വലിയ ക്രൈം അതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നത് സ്വാഭാവികമായി അത് നമ്മളൊരു രീതിയായി മാറിയിട്ടുണ്ട്. അതിനൊക്കെ ദൃശ്യ മോഡൽ എന്നൊരു പേരും കൂടി നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ദൃശ്യ മോഡൽ ആണോ അല്ലയോ എന്നൊക്കെ വരട്ടെ. പക്ഷേ എന്തായാലും ആ ദുരൂഹത നീങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
എന്തായാലും രണ്ട് മൃതദേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു മൃതദേഹവും മറ്റൊരു വസ്തുവും. പായയിൽ പൊതിഞ്ഞൊന്നും ക്രിസ്തീയ വിശ്വാസപ്രകാരം സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായോ അങ്ങനെയൊന്നും നടത്താറില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതെങ്ങനെയാണ്, ഇതെന്താണ് വന്നത് എന്ന ഒരു സംശയം ഇവിടെ ബലപ്പെടുന്നത്. ഇവിടെ സിജോയെ കാണാതാകുന്നത് സിജോ സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ഭാര്യ വീട്ടിൽ പോയതിനു ശേഷമാണ്. അപ്പോൾ ഭാര്യ സഹോദരൻ ഈ പള്ളിയുമായി സെമിത്തേരിയുമായൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് സിജോയുടെ മൃതദേഹമാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കണം എന്ന് സിജോയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. സിജോ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു എത്തും കിട്ടിയിട്ടില്ല. ഒരു എത്തും പിടിയുമില്ലാതെ ആ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. 2014 സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി, അതിനുശേഷം ഭാര്യ വീട്ടിൽ ഉണ്ടായിരുന്നു, അവിടെ നിന്നും ഇറങ്ങി എന്ന് പറയുന്ന സിജോയാണോ അത് അല്ലെങ്കിൽ മറ്റാരുടെ മൃതദേഹമാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളൊക്കെ കല്ലറയിൽ കൊണ്ടുപോയി പായയിൽ കൊണ്ടുവന്ന് ഇടാൻ മാത്രം അങ്ങനെയാണോ സെമിത്തേരിയുടെ സൂക്ഷിക്കൽ? അതൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. അത് പള്ളി അധികൃതർക്കും അതിൽ താല്പര്യമുണ്ടപ്പോൾ അന്വേഷണം നടക്കട്ടെ, പരിശോധന പൂർത്തിയാകട്ടെ, അതിനുശേഷം നമുക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാം. വിജയകുമാർ. യെസ്, അപ്പോൾ നമ്മൾ ചോദിക്കാത്ത ആ ചോദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണത്. അതേതാണ് സുജയ? കല്ലറയിൽ കണ്ടത് സിജോയുടെ മൃതദേഹമാണോ എന്ന് പെട്ടെന്ന് ഉറപ്പിക്കേണ്ടേ? പായയിൽ പൊതിഞ്ഞ വസ്തു ആ കല്ലറയിൽ എങ്ങനെ വന്നു? അതാണ് ദുരൂഹമായി നിലനിൽക്കുന്ന മറ്റൊരു കാര്യം. അതിനും നാളത്തെ പകൽ ഒരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ നാളെ 11 മണിക്കായി നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം നമുക്കത് വിശകലനം ചെയ്യാം. അപ്പോൾ DNA-യിൽ നമുക്ക് നോക്കാം ക്യൂക്ക് ന്യൂസ് അപ്ഡേറ്റ്സ്. കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിച്ച് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ. പ്രതിഷേധം കണ്ണൂരിലെ 6 ആശുപത്രികളിൽ നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ. മിനിമം വേതനം ഉറപ്പാക്കണം, കോൺട്രാക്ട് ട്രെയിനിംഗ് സംവിധാനം അവസാനിപ്പിക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന കപ്പലുകളുടെ എണ്ണം 3 അക്കത്തിലേക്ക്. ഇതോടെ വിഴിഞ്ഞം തീരത്തേക്ക് 1000 കപ്പലുകൾ എത്തി. MSCയുടെ ചരക്ക് കപ്പലായ ആൻഡ്രിയ എഫ് ആകും അടുത്ത ദിവസങ്ങളിൽ തീരത്ത് നങ്കൂരമിടുന്നത്. 999 എത്തിയത് MSC പക്ഷി സെക്കൻഡും, പിന്നാലെ വരുന്നത് MSC ലൂസിയ എന്ന ചരക്ക് കപ്പലും. MSCയുടെ കുറ്റൻ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ആദ്യം നങ്കൂരമിട്ടത്. വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചെന്ന EP ജയരാജനെതിരായ പരാതിയിൽ അന്വേഷണ മേൽനോട്ടം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക്. കമ്മീഷണർ അരുൾ B കൃഷ്ണ മേൽനോട്ടം വഹിക്കും. വലിയതുറ CIയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. വിശദമായ റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കാൻ നിർദ്ദേശം. കണ്ണൂർ ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ 2ാം ഘട്ട പ്രതിഷേധത്തിന് ദളിത് സംഘടനകൾ. കേസിലെ 1ാം പ്രതി രാമിനെ പിടികൂടാത്തതിൽ പ്രതിഷേധം. 2 മാസമായിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്നാണ് ആരോപണം. ഇനിയൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് DNA-ക്ക് പ്രേക്ഷകരിലേക്ക് നൽകാനുള്ളത്. ഒടുവിൽ ആ കസേരകളി തീർന്നു എന്നതാണ്. ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടത് കേട്ടുകേൾവിയില്ലാത്ത നാടകീയ രംഗങ്ങളാണ്. DHS സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയ സർക്കാർ നടപടി ഹൈക്കോടതി താൽക്കാലികമായി ശരിവെച്ചു. ട്രൈബ്യൂണലിന്റെ ഇടക്കാല സ്റ്റേ ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിന് താൽക്കാലിക ആശ്വാസമാണെങ്കിലും ആരോഗ്യവകുപ്പിലെ കസേരകളി ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് കരുതുക വയ്യ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ കസേരകളിയിൽ ഹൈക്കോടതി വിധിയിലൂടെ സർക്കാർ നേടിയത് താത്കാലിക മേൽക്കൈ. പുതിയ DHS ചാർജ് എടുത്ത ശേഷമാണ് ഡോക്ടർ റീന ട്രൈബ്യൂണലിനെ സമീപിച്ചതെന്നും ആ വസ്തുത പരിഗണിക്കാതെയുള്ള ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവിൽ പ്രഥമ ദൃഷ്ട്യാ പിഴവുണ്ടെന്നുമാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. എന്നാൽ ഇതൊരു അന്തിമ വിധിയല്ല. ട്രൈബ്യൂണലിലെ നിയമ നടപടികളുമായി ഡോക്ടർ റീനയ്ക്ക് മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തസ്തികയിൽ നിന്നുള്ള മാറ്റത്തിനെതിരെയുള്ള നിയമപോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കും. ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ റീന ആസ്ഥാനത്തെത്തിയപ്പോൾ അരങ്ങേറിയത് സമാനതകളില്ലാത്ത വടംവലിയായിരുന്നു. പകര ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ മീനാക്ഷി കസേര ഒഴിയാൻ വിസമ്മതിച്ചതോടെ DHS ഓഫീസിൽ മറ്റൊരു കസേരയിട്ട് ഡോക്ടർ റീനയ്ക്ക് ഇരിക്കേണ്ടി വന്നു. കേസും വിവാദവുമായി മാസങ്ങളോളമായി ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. തുടക്കത്തിലെ തീർക്കാമായിരുന്ന ഉദ്യോഗസ്ഥ പോര് കോടതി വരെ എത്തിച്ചതിൽ സർക്കാരിനും വീഴ്ചയുണ്ട്. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസമാണ് ഈ കളിക്ക് വളമായത്. ഇത് ഈ നാടിന്റെ ആരോഗ്യം കാക്കേണ്ട സുപ്രധാന വകുപ്പാണ്. അധികാരികൾക്ക് ഈഗോ തീർക്കാനുള്ള തട്ടകമല്ലെന്ന് സർക്കാരും ഉദ്യോഗസ്ഥരും എന്ന് തിരിച്ചറിയും. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. വിജയകുമാർ, ഇതിൽ നമുക്ക് അധികമൊന്നും പറയാനില്ല. ഇതെന്താണ് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവിടെ റീനയോ മീനാക്ഷിയോ ആരുമാകട്ടെ, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം, പനിച്ച് വിറച്ച് നടക്കുകയാണ് നാട്. ആകപ്പനിയാണ്. നമ്മൾ കേൾക്കാത്ത പല അസുഖങ്ങളും നാട്ടിലേക്ക് തിരികെ വരുന്നു. മലേറിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് നിപ ഒരു ഭീഷണിയായി നിൽക്കുന്നു. അപ്പോൾ പനിച്ച് വിറച്ച് കിടക്കുന്ന നാടിനെ രക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ പദ്ധതിയുണ്ടോ സർക്കാരെ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. DHS ആരുമാകട്ടെ. ജോഷി, ഈ കസേരകളിയൊക്കെ എത്ര നല്ലതാണ്? അല്ല, ഈ കസേരകളിക്ക് ആരോഗ്യമന്ത്രി K. മുരളീധരൻ്റെ ഒരു ഒത്താശ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം റീന
നേരത്തെ തന്നെ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ള ഒരാളാണ്. റീനയെ മാറ്റിയത് എന്തിന്റെ പേരിലാണ്? 15 ദിവസം അവധി ചോദിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അവിടെ നിന്ന് മാറ്റിയത്. പക്ഷേ റീന പറയുന്നു 2 ദിവസത്തേക്കാണ് താൻ അവധി ചോദിച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന റീനയെ അവിടെ നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാർ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. മാത്രമല്ല സുജിയ, ഈ കസേരകളിൽ സംഭവിച്ചെന്താണെന്നറിയോ? ഈ പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. ആ യോഗം നടന്നില്ല ഈ കസേരകളിയുടെ പേരിൽ. ഇവിടുത്തെ സാധാരണ ജനമല്ലേ ബുദ്ധിമുട്ടുന്നത്? ഈ പനിയൊന്ന് കെടുത്താൻ, ഈ മഴക്കാല പനിയൊന്ന് അവസാനിപ്പിക്കാൻ എല്ലാവരും പെടാപ്പാട് വരുമ്പോഴാണ് കസേരകളിയുടെ പേരിൽ ഈ ആരോഗ്യ വകുപ്പിന്റെ ആസ്ഥാനത്ത് ഈ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള യോഗം പോലും മാറ്റിവെക്കേണ്ടെന്ന ഗതികേടുണ്ടായത്. സുജയ. ഓക്കെ, ജോഷി പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് ഈ കസേരകളി നടന്നപ്പോൾ പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള സമയമാണ് പോയത്. ഇതൊന്നും അത്ര ശരിയല്ല. നമ്മൾ ചോദിക്കാത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, DHS സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീനയെ മാറ്റിയ നടപടി ഹൈക്കോടതി ശരിവെച്ചതോടെ വകുപ്പിലെ പ്രതിസന്ധി തീരുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. പകർച്ചവ്യാധി കാലത്ത് അവധിക്ക് അപേക്ഷിച്ചു എന്നതടക്കമുള്ള വാദങ്ങൾ ശരിയാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇന്നത്തെ DNA നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. നിരവധി വാർത്തകൾ സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിലേക്ക് ആഴത്തിലിറങ്ങാൻ DNA നാളെ എത്തും വൈകിട്ട് 7 മണിക്ക്. ഇപ്പോൾ കാണാം പാരായണം വിത്ത് ശ്രീനിത കൃഷ്ണൻ. നമസ്കാരം.